പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ ദേവരാജമ്പലിലാണ്. ഇതിപ്പോൾ നമ്മൾ ഇന്നുള്ളത് വയനാട്ടിലെ പ്രധാനപ്പെട്ട ടൗണായ മാനന്തവാടിയിലാണ്. അപ്പോൾ മാനന്തവാടിയത്തെ വിശേഷങ്ങൾ നമുക്ക് പറയാം. അപ്പോൾ വയനാട്ടിൻ്റെ ഒരു പ്രധാനപ്പെട്ട ടൗണാണ് മാനന്തവാടി. ഇപ്പോൾ ഏകദേശം നമ്മളെ സമുദ്രനിരപ്പിൽ നിന്ന് ഒരു 2570 അടി ഉയരത്തിലുള്ള ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ മാനന്തവാടി നല്ല കുന്നുകളും താഴ്വരകളും വയലേലകളും ഒക്കെ ഇടകലർന്ന നമ്മുടെ കബനി നദിയുടെ ഭംഗിയൊക്കെ അങ്ങനെ ഒത്തുചേർന്ന ഒരു മനോഹര ഭൂപ്രകൃതിയുള്ള ഒരു അടിപൊളി സ്ഥലം. മാനന്തവാടി നല്ലൊരു സ്ഥലമാണ്. നമ്മുടെ കഥകളൊക്കെ അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ കേരളവർമ്മ പഴശ്ശിരാജാവ് അന്ത്യവിശ്രമം കൊള്ളുന്ന നാടും കൂടിയാണ് നമ്മുടെ മാനന്തവാടി. ബ്രിട്ടീഷ് ഭരണകാലത്തിൻ്റെ കുറേ അവശേഷിപ്പുകളൊക്കെ അവിടെ ഉണ്ട്. ആ കാലത്തുള്ള ക്ലബിൻ്റെയും അവരുടെ ക്വാർട്ടേഴ്സ് അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ മാനന്തവാടി ഉണ്ട്. മാനന്തവാടി ഒരു ചരിത്രപ്രസിദ്ധമായ ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ നമുക്ക് ആ മാനന്തവാടിയിലത്തെ നമ്മളൊരു കുന്നിൻ്റെ കാഴ്ചകളിലേക്കാണ് പോകുന്നത്. ഒരു നല്ലൊരു സ്ഥലം, ഒരു 35 ഏക്കറിൻ്റെ വിശേഷങ്ങളാണ്. ഇതൊരു 35 ഏക്കർ സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്കൊക്കെ ഒന്ന് പോവാം. നമുക്ക് ഈ സൈഡിലേക്കൊക്കെ ഒന്ന് പോവാം. ഇപ്പോൾ സൈഡിൽ കൂടിയാണ്. ഇപ്പോൾ ആ ഒരു വീടുണ്ട് ഇവിടെ, നല്ലൊരു വീടുണ്ട്, നല്ല ഭംഗിയുള്ളൊരു സ്ഥലമുണ്ട്. അപ്പോൾ നമുക്ക് ഈ വശത്ത് ആ ഒരു കുന്നിൻ്റെ വ്യൂ ഇവിടുന്ന് ഇങ്ങനെ നമ്മൾ കണ്ടില്ലേ, ഇങ്ങനെ പരന്ന് കിടക്കുന്ന കാഴ്ചകൾ, നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് കേട്ടോ. ധാരാളം മരങ്ങളും ഫ്രൂട്ട്സിൻ്റെ മരങ്ങളും നെല്ലിക്ക, മാവുകൾ, അങ്ങനെ പല വെറൈറ്റി സംഭവങ്ങളും നമ്മൾ കണ്ടില്ലേ. ആ ഭാഗത്തേക്ക് കണ്ടില്ലേ. അപ്പം ആ ഭാഗത്തേക്ക് നല്ല ഇപ്പോൾ ഓരോ ചെറിയ ചെറിയ കാട് പോലെ ഉണ്ട്, നല്ല തേയിലത്തോട്ടങ്ങളുണ്ട്, മലനിരകളുടെ കാഴ്ചയുണ്ട്, നല്ല അടിപൊളി ഭംഗിയാണ്. ഇത് ഇപ്പോൾ ഒരു പ്ലാവിൻ്റെ ചുവട്ടിൽ നിന്നിട്ടാണ് നമ്മളിപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്നത്. സൂപ്പർ കാഴ്ചയാണ്. സൂപ്പർ കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതുണ്ടല്ലോ, നമ്മൾ ആ മലനിരകൾ, ധാരാളം മലനിരകൾ ഇവിടെ നിന്ന് കാണാം. ഇതൊരു 7 ഏക്കറോളം 6 കൂടുതൽ ഏക്കർ തേയില തന്നെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ തേയിലേൻ്റെ കാഴ്ചേൻ്റെ തേയിലയാണ് ഇപ്പോൾ എൻ്റെ ബേക്കിലുള്ള തേയിലയാണ്. അപ്പം 35 ഏക്കറോളം സ്ഥലമുണ്ട്. എല്ലാം നമുക്ക് എല്ലാവിധ നിർമ്മാണത്തിനും ഒക്കെയാണ്. നമ്മളിപ്പോൾ കണ്ടില്ലേ, ഈ ഒരു തേയിലേൻ്റെ കുന്നിൻ്റെയൊക്കെ ഭയങ്കര ഭംഗിയാണ്. ഒരു പ്രകൃതിദത്തമായ ഒരു ലാൻഡ്സ്കേപ്പ് അവിടെ നടന്നിട്ടുണ്ട്, പ്രകൃതിയുടെ ഭംഗി. അപ്പോൾ നമ്മൾ മറ്റ് പ്രാദേശിക പ്രശ്നങ്ങളോ മറ്റ് പരിസ്ഥിതി പ്രശ്നങ്ങളോ ഒന്നുമുള്ള പ്രശ്നമൊന്നുമല്ല. നമുക്ക് എല്ലാ പേപ്പറും ഒക്കെ ക്ലിയറാണ്. ആ ഭംഗി ഒരു അപാര വയനാടിൻ്റെ ഒറിജിനൽ വൈബുള്ളൊരു സ്ഥലമാണ്. നല്ലൊരു ഭംഗിയാണ്. ഇതിപ്പോൾ ആ തേയിലത്തോട്ടത്തിൻ്റെ ആ ഭാഗത്താണ് നമ്മളുള്ളത്. അപ്പം മൊത്തത്തിൽ 35 ഏക്കറോളം ഉള്ള ഭൂമിയിൽ വെള്ളം ഇഷ്ടം പോലെ, കുളമുണ്ട്, കിണറുണ്ട്, കുളം കൂടാതെ നല്ല വെള്ളം കിട്ടുന്ന സ്ഥലമാണ്. നീർച്ചാലുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നല്ല ഭംഗിയുള്ളൊരു വെള്ളച്ചാട്ടമുണ്ട്. ആ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ച നമ്മൾ വീഡിയോയുടെ അവസാനം കാണിച്ചു തരാം. നമ്മൾ പിന്നെ അങ്ങനെ ഇതിൽ പല റോഡുകൾ, ഈ പറമ്പിൽ എവിടെയും നമ്മൾ വാഹനം എവിടെ എത്തും. ഇപ്പോൾ ഇതൊക്കെ റോഡാണ്. ഇപ്പോൾ നമ്മൾ കണ്ട റോഡ്, ഇതൊരു നെല്ലിമരമാണ്, നെല്ലിക്കേൻ്റെ ഒരു മരമാണ്. നെല്ലിക്കൊക്കെ ഇപ്പം സീസണിൽ കഴിഞ്ഞുകൊണ്ട് നെല്ലിക്ക ഇപ്പം മരത്തുമ്മലില്ല. അതൊരു നെല്ലിമരമാണ്. അങ്ങനെ ഓരോ വെറൈറ്റി സാധനങ്ങളും ഫ്രൂട്ട്സിൻ്റെ മരങ്ങളും അങ്ങനെ പല വെറൈറ്റി. ഇതുണ്ട് താഴോട്ട് ആ തേയിലയുടെ ഭംഗിയൊക്കെ നേരിട്ട് കാണുമ്പോൾ നല്ലൊരു വൈബാണ്. സൂപ്പർ കാഴ്ചയാണ്. ആ സൈഡിൽ കൂടെ വഴിയുണ്ട്, നടുവ് കൂടെ വഴിയുണ്ട്. അപ്പോൾ ഇതൊക്കെ തോട്ടത്തിനുള്ളിലുള്ള പല കാഴ്ചകളാണ്. തോട്ടത്തിനുള്ളിലൂടെ നമ്മൾ നടന്നു പോകുമ്പോഴുള്ള ഓരോ ഏരിയയിലത്തെ കാഴ്ചകളാണ്. മൊത്തം 10-35 ഏക്കർ സ്ഥലമുള്ളതുകൊണ്ട് എല്ലാ ഭാഗത്തൊന്നും നമ്മൾ ക്യാമറ എത്തില്ല. അപ്പോൾ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കാണിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് കയറി ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ചെറിയൊരു സസ്പെൻസ് ഉണ്ട്. ഈ ഭാഗത്തേക്ക് വലത്തോട്ട്, ഇത് നേരെ നമ്മൾ നേരത്തെ കണ്ട ഭാഗത്ത് നിന്ന് ഇറങ്ങി വന്നതാണ്. ഈ ഭാഗത്തേക്കൊക്കെ നമുക്കൊന്ന് പോയി നോക്കാം. ധാരാളം പ്ലാവ്, പല വെറൈറ്റിയുള്ള പ്ലാവ് ഉണ്ട്. ഒരു 3-4 പ്ലാവ് അടുത്തടുത്തുണ്ട്. ചക്കയൊക്കെ ഉണ്ടായിട്ടുണ്ട് കാണാം. അപ്പോൾ നമുക്ക് ഈ ഭാഗത്തേക്ക് പോയാൽ ചെറിയൊരു സസ്പെൻസ് ഉണ്ട്. അവിടെ എത്തിയിട്ട് സസ്പെൻസ് നമുക്ക് പൊളിക്കാം. അപ്പോൾ നല്ലൊരു ഭംഗി, ആ തേയിലത്തോട്ടത്തിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ നല്ല ഭംഗിയിൽ. അപ്പം ആ കാഴ്ചകൾ നടന്നങ്ങനെ പോകുമ്പോൾ നമ്മൾ ചെറിയ പോകുന്ന വഴിക്കൊരു കിണറുണ്ട് അങ്ങോട്ട്. അപ്പോൾ അത് കാണാം. ഈ ഇറക്കിറങ്ങുമ്പോൾ ഒരു കിണറൊക്കെ കാണാം. അപ്പോൾ അങ്ങനെ നമുക്ക് മെല്ലെ താഴോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ പറഞ്ഞ പോലെ എല്ലാ നിർമ്മാണത്തിനും പെർമിഷൻ അടക്കം പാസ്സാക്കിയ സ്ഥലമാണ്. അപ്പം എല്ലാ നിർമ്മാണത്തിനും നമുക്കിപ്പോൾ വില്ല പ്രൊജക്റ്റ് ചെയ്യാം. വില്ല പ്രൊജക്റ്റിനൊക്കെ അടിപൊളി വ്യൂ ആയിരിക്കും. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കിണറാണ്. കിണറൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്താൽ നല്ല പ്യുവർ വാട്ടറായിട്ട് ഉപയോഗിക്കുക. നല്ല ശുദ്ധജലം, കണ്ണീർ പോലത്തെ ജലമാണ്. ഇതൊരു കുളമുണ്ട്. ഇതിപ്പോൾ തൽക്കാലം കാട് പിടിച്ചെടുക്കുകയാണ്. അങ്ങനത്തെ 2-3 കുളങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. നമ്മളതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് വൃത്തിയാക്കി എടുക്കാം. ഇനി നമ്മൾ പറഞ്ഞ ചെറിയൊരു സസ്പെൻസ് എന്ന് പറഞ്ഞാൽ
ഒരു സൂപ്പർ സംഭവം കൂടി ഇവിടെ ഉണ്ട്. അതിലേക്കൊന്ന് പോയി നോക്കാം. ഇവനാണ് അത്. ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട്, ഒരു നാച്ചുറൽ വെള്ളച്ചാട്ടം അവിടെ ഉണ്ട്. അത് നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. ഈ കാടൊക്കെ ചെറിയ രീതിയിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ അവിടെ ചെറിയൊരു മെയിൻ്റനൻസ് ഒക്കെ ചെയ്താൽ അടിപൊളി സംഭവമാണ്. ഒരു പ്രകൃതി നാച്ചുറൽ വാട്ടർഫാൾസ് അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, മൊത്തത്തിൽ 35 ഏക്കറോളം ഭൂമിയുണ്ട്, കുളമുണ്ട്, ഈ പറഞ്ഞ വെള്ളച്ചാട്ടമുണ്ട്, പിന്നെ ഒരു നല്ലൊരു വീടുണ്ട്. അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഈ സ്ഥലത്തിന് ആവശ്യപ്പെടുന്നത് സെൻറ്റിന് 30,000 രൂപ. ഒരു ഏക്കറയ്ക്ക് 30 ലക്ഷം രൂപയാണ്. വിലയൊക്കെ കുറേ നെഗോഷ്യബിളാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങളെൻ്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, 94 95 36 57 30. വിളിക്കുക, ഇല്ലെങ്കിൽ വാട്സപ്പിൽ വോയിസ് മെസ്സേജോ ടെക്സ്റ്റ് മെസ്സേജോ ഇട്ട് വെക്കുക. അപ്പോൾ ഓക്കെ. എൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനലും യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ദേവരാജ് അമ്പലവേൽ എന്നും യൂട്യൂബിൽ നിങ്ങൾ ദേവരാജ് അമ്പലവേൽ എന്നോ ദേവരാജ് വയനാട് എന്ന് അടിച്ചാലൊക്കെ ചാനൽ കിട്ടും. അപ്പോൾ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ആവശ്യക്കാർ വിളിക്കുക. നല്ല സൂപ്പർ റിസോർട്ട് പർപ്പസിനൊക്കെ പെർഫെക്റ്റ് സംഭവമാണ്. എല്ലാ പേപ്പറും ക്ലിയറാണ്, വിലയൊക്കെ കുറയും. അപ്പം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. വീണ്ടും പുതിയ വീഡിയോയുമായി കാണാം. താങ്ക് യു.